ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻവിസിബിൾ സിബ് എങ്ങനെ വളരെ എളുപ്പത്തിൽ അറ്റാച്ച് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതൊരു ക്രോപ്പ് ടോപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സിബ്ബർ ഫുട്ടൊക്കെ മിഷ്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കുക. ശേഷം നമ്മൾ എന്തോരം ലെങ്ത്ത് നമുക്ക് ടോപ്പിൽ വേണം, അതായത് ഞാൻ വെക്കുന്നത് ടോപ്പിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് ഇടാനും ഊരാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടി താഴെ നിന്ന് തുറക്കുന്ന രീതിയിലാണ് ഞാൻ സിബ് ക്രോപ്പ് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. ടോപ്പൊക്കെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് കൂടി എടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും ക്രോപ്പ് ടോപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി കൂട്ടി അടിച്ചെടുക്കുക. 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മളിപ്പോൾ നെക്കിന് അതനുസരിച്ചുള്ള വിട്ടെടുക്കണം. വിട്ടിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്തോരം ടോപ്പിൽ ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അത് അടയാളപ്പെടുത്തി വെക്കുക. ഇപ്പോൾ എനിക്ക് വേണ്ടത് 15 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പോൾ ആ ഇറക്കത്തിൻ്റെ അവിടെയാണ് ഞാൻ ആ അടയാളപ്പെടുത്തി വെച്ചിരുന്നത്. അവിടെ നിന്നാണ് സിബ് ഇതുപോലെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിബ് വെക്കുമ്പോൾ ആദ്യം സിബ് നമ്മൾ നല്ല സിബാണെന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണം സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട്. എനിക്ക് 2-3 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് സിബ് കൂട്ടുമ്പോൾ വലിച്ചെടുത്ത് കൂട്ടുമ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ 2-3 പ്രാവശ്യം സിബ് ഓപ്പൺ ചെയ്യും ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കാണിച്ചതുപോലെ സിബ് ഓപ്പൺ ചെയ്തിട്ട് നേരെ മറിച്ച് വെക്കുക. കണ്ട, ഇത്രേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ സിബ് നമുക്ക് എവിടെ മുതലാണോ വെക്കേണ്ടത് അവിടെ നമ്മൾ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ മറിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒറ്റയടിപ്പടിച്ച് പിന്നെ സിബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ 1 സൈഡ് ഫിനിഷ്. നമ്മളുടെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സെയിം മെത്തേഡ് തന്നെ ഫുട്ട് ആദ്യം നമ്മൾ മിഷ്യത്തിൻ്റെ സിബ്ബർ ഫുട്ട് മാറ്റേണ്ടതിൽ 3-in-1 ഫുട്ട് ഇല്ല. അപ്പോൾ അതെനിക്ക് ഒരെണ്ണം മേടിക്കണം. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ഫൂട്ട് മാറ്റിയിടണം. ഫൂട്ട് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഇപ്പോൾ അടിച്ചതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും നേരെ മലർത്തി വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ സൈഡും അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്ലൗസിൻ്റെ ലൈൻ, നമ്മൾ വരച്ച ലൈനും നെക്കും എല്ലാം കറക്റ്റായിരിക്കണം. അത് കറക്റ്റായി കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് സിബ് കയറി ഇറങ്ങിയൊക്കെ പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ ലെവലൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ സിബിൻ്റെ പണി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഇൻവിസിബിൾ സിബ് വെക്കാം. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ സിബിൻ്റെ പണി കഴിഞ്ഞു. ടോപ്പിൽ സിബ് പിടിപ്പിക്കൽ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ടാറ്റാ.